ഹായ് ഹലോ നമസ്കാരം. ഒറ്റയാൻ നാട് ഭരിക്കുമ്പോൾ നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർ വി സതീശൻ സാറിന് അഭിവാദ്യങ്ങൾ. അദ്ദേഹം കടന്നു വന്ന വഴികളും അതിൽ നമുക്ക് എന്തൊക്കെ മാതൃകയാക്കാമെന്നാണ് ഈ വീഡിയോ. എന്തൊക്കെ കിട്ടി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് എന്തൊക്കെ കിട്ടിയില്ല എന്ന് പറയുന്നതാവും ആദ്യം നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഇതിൽ കോൺഗ്രസിൽ പാർട്ടിയിൽ സജീവമാകുന്നത്. അതിനുശേഷം ഒരുപാട് സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് മിസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. KSU സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം, KPCC പ്രസിഡന്റ് സ്ഥാനം, മന്ത്രിയാക്കാന്ന് പറഞ്ഞ അവസാനം വാക്ക് വരെ കൊടുത്തിട്ട് അവസാനം കൊണ്ട് മന്ത്രിയാക്കാതിരുന്നൊരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നടന്നതിന് ശേഷം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അദ്ദേഹം കടന്നു വന്ന വഴികൾ അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള വഴികളല്ല എന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതിലേറ്റവും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇന്ന് A ഗ്രൂപ്പ് മൊത്തമായിട്ട് ഒരാൾ വാങ്ങി എന്ന് പോലെയാണ്. പക്ഷെ എങ്കിലും അന്നത്തെ സാഹചര്യം എടുത്ത രണ്ട് ശക്തനായ നേതാക്കന്മാരുണ്ടായിരുന്നു. A ഗ്രൂപ്പും I ഗ്രൂപ്പും, രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം സ്ഥാനങ്ങൾ പങ്കിടുന്ന രീതിയിലായിരുന്നു അന്നത്തെ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഒരു ഗ്രൂപ്പിലും നിൽക്കാതെ, ആരിന്റെ പക്ഷവും പിടിക്കാതെ, സ്വന്തം കഴിവും സ്വന്തം പ്രയത്നവും സ്വന്തം ആത്മാർത്ഥതയും വിശ്വസിച്ച് മാത്രം ഒരാൾ രാഷ്ട്രീയത്തിൽ, അതും ഇങ്ങനൊരു ഗ്രൂപ്പിനിടയിലൂടെ വളർന്നു വരിക എന്നുള്ളത് ഒട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതുപോലെ തന്നെയാണ് പൊതുവെ നമ്മൾക്ക് എന്തൊരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ആദ്യം നമുക്ക് കോൺഫിഡൻസ് വേണ്ട സ്വന്തം കോൺഫിഡൻസ് ആണ്. അതില്ലാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുക, എന്നെ അവർ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. പല സപ്പോർട്ടുകളും എല്ലാവരും കാലുവാരുന്നതിനിടയിലാണ് ഒരു ഗ്രൂപ്പിലും ഇല്ലാതെ സ്വന്തം കഴിവ് മാത്രം വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രോ ചെയ്തതാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ലെവലിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. നമുക്കിതിൽ കാണാൻ പറ്റുക കൺസിസ്റ്റൻസി, ടാലൻറ്റ്, കോൺഫിഡൻസ്. ഇതും എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. കാരണം നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റിയ, അതിൽ നമുക്ക് ശരിക്കും ടാലന്റ് ഉണ്ടെങ്കിൽ, അതിനുപോലെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ എത്ര കാലമാണെങ്കിലും മുന്നോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പീക്കിലെത്താൻ സാധിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് വി സതീശൻ സാർ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് മന്ത്രിയാക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് മന്ത്രിയാക്കാൻ പറ്റാതെ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ പല ലൈഫിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കിട്ടി, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, നമ്മൾ സക്സസ് ആയി എന്നുള്ള ലെവൽ വരെ എത്തിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് വലിയ ഫ്ലോപ്പ് വരുമ്പോൾ നമ്മൾ അതോടെ തകർന്നു പോകും. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം അതിൽ നിന്നും മുന്നോട്ട് പോയി പല കാര്യങ്ങളും വീണ്ടും ഫേസ് ചെയ്തു. അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഈ 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. അതിനു മുൻപ് രമേശ് ചെന്നിത്തല സാറായിരുന്നു. ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അടുത്ത ടേം, അത് 2021 അദ്ദേഹത്തിനായിരുന്നു നോർമൽ ക്ലെയിം ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരുത്തിയത് ഇതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾ കാല് വാരി വിട്ടതിന്റെ ഭാഗമായിട്ടായിരിക്കാം മേ ബി. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ രണ്ടാമതും പ്രതിപക്ഷ നേതാവായി വന്നാൽ എങ്ങനെയും 10 വർഷം ഭരിച്ചു കഴിയുമ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടാവുക സാധ്യത വളരെ കൂടുതലായിരുന്നു. കാരണം 5 വർഷത്തെ തന്നെ അത് കോവിഡ് എന്നൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഭരണ തുടർച്ച ഉണ്ടായത്. നമ്മുടെ കേരളത്തിലെ സാഹചര്യം വെച്ച് അത് ഉണ്ടാവാത്തൊരു കാര്യമാണ്. അപ്പൊ അതുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു 5 വർഷം കൂടി ആകുമ്പോഴേക്കും എന്തായാലും ഭരണം മാറും. അപ്പോൾ രമേശ് ചെന്നിത്തലയാണ് അടുത്ത പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും നിയമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 2026 ഈ ഇലക്ഷനിൽ ഈ ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഭരണം കിട്ടിയാൽ നോർമൽ ക്ലെയിം എന്ന രീതിയിൽ അദ്ദേഹമായിരിക്കും ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് വരിക. അപ്പൊ അത് പലർക്കും ഇഷ്ടമാവില്ല, അത് പലർക്കും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു ക്ലെയിമിനെ വീക്കാക്കാനും താരതമ്യേന ചെറുപ്പമായിരുന്ന വി സതീശനെ ആ ഇതിലേക്ക് കൊണ്ടുവരുമ്പോഴും അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അദ്ദേഹം അത്യാവശ്യം ഷെയിൻ ചെയ്തിട്ട് ഭരണം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള അന്തരീക്ഷം മുഴുവൻ അദ്ദേഹം ഈ പറയുന്ന വ്യക്തികൾക്ക്, ഈ പ്ലാൻ ചെയ്ത വ്യക്തിക്ക് ഓക്കെ ആവുകയും അവരെന്ത് ചെയ്യും?
സ്വാഭാവികമായിട്ട് ചീഫ് മിനിസ്റ്ററായിട്ട് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആവാൻ സാധ്യത കൂടുതലാണ്. ഇതൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം പോലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വന്നത്. അപ്പം അതിനുശേഷം സംഭവിച്ചത് മാജിക്കാണ്. കാരണം ഒരു കേരള ജനത മുഴുവൻ, അതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇതിലേറ്റവും കൂടുതൽ അവസാനം ആൾക്കാർ പറയുന്നത് മുഴുവൻ മുസ്ലിം ലീഗിന്റെ പവർ യൂസ് ചെയ്തിട്ടാണ് VD സതീശൻ ചീഫ് മിനിസ്റ്റർ ആയി എന്ന് പറയുന്ന ഒരു ക്ലെയിമാണ് കൂടുതൽ വരുന്നത്. കൂടുതൽ മതപരമായിട്ടുള്ള പൊളിറ്റിക്സിലേക്കാണ് ഈ വാക്കുകളെല്ലാം പോകുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മുസ്ലിം ലീഗ് പ്രഷർ ചെയ്തു എന്നുള്ളത് ഫാക്റ്റ് ആയിരിക്കാം. പക്ഷെ എല്ലാവരും പ്രഷർ ചെയ്തു, എല്ലാ ഘടകകക്ഷികളും പ്രഷർ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ കേരളത്തിലെ കേരളത്തിലെ പൊതുവായിട്ടുള്ള ജനങ്ങൾ അദ്ദേഹത്തിന് സപ്പോർട്ട് തന്നെയായിരുന്നു. കാരണം ഈ 5 വർഷം അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, ഈ 5 വർഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഈ 5 വർഷം അദ്ദേഹം പറഞ്ഞ വീക്ഷണങ്ങൾ, അടുത്ത ഭരണം കിട്ടുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചതും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, ഇത് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ വിലയിരുത്തുകയും വോട്ട് ചെയ്യിപ്പിക്കുകയും അദ്ദേഹം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആവുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തത്. ഇവിടെയാണ് ഈ പറയുന്ന പല പ്ലാനുകളും തെറ്റിപ്പോവുകയും അദ്ദേഹത്തിന്റെ പീക്ക് എന്ന ലെവലിൽ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് കിട്ടാതെ പോയതിനെ കുറിച്ച് അദ്ദേഹം വിഷമിച്ചില്ല, അദ്ദേഹത്തിന് കിട്ടാതെ പോയതിനെ കുറിച്ച് അദ്ദേഹം സങ്കടപ്പെട്ടില്ല. അദ്ദേഹം ഓരോ ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതായത് എനിക്ക് ഇന്ന് കിട്ടിയില്ല, പക്ഷെ എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കുകയല്ല ചെയ്ത്, അല്ല ഞാൻ ഒരു ഗ്രൂപ്പിൽ വേഗം കയറി അദ്ദേഹം ആ ഗ്രൂപ്പുമായിട്ട് മെർജാവുക അല്ല ചെയ്തത്. അദ്ദേഹം ഓരോ ദിവസവും പ്രവർത്തിച്ച അദ്ദേഹം ഓരോ ദിവസവും അദ്ദേഹത്തെ കൂടുതലായി മോൾഡ് ചെയ്ത് ഓരോ ദിവസവും അദ്ദേഹം കൂടുതലായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുകയാണ് ചെയ്ത്. ആദ്യം പറവൂർ മത്സരിച്ചപ്പോൾ തോൽക്കുകയും പിന്നീട് അടുത്ത 5 വർഷം അവിടെ തന്നെ നിന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും പിന്നീട് അവിടെ നിന്ന് ജയിച്ച് MLA ആയതിനു ശേഷം പിന്നീടുള്ള ഈ 10-25 വർഷത്തോളം അദ്ദേഹം പറവൂരിന് വേണ്ടി നിലകൊള്ളുകയും ജനങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെടുകയും അത്രയും നല്ല വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്, അത്രയും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് അവിടെ അത്രയും സ്വീകാര്യത. അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ വിശകലനങ്ങളും അദ്ദേഹത്തിന്റെ ഐഡിയോളജിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയും നമ്മൾ എന്തുകൊണ്ടാണ് പറവൂരുകാർ ഇപ്പോഴും അദ്ദേഹത്തെ വിടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്കിപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ക്ലെയിമും. ഇത് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സീമാവുകയും ചെയ്തത്. ഒരു കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് 2 അഭിപ്രായം വെക്കാം, അത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എന്താന്ന് വെച്ചാൽ, ഒരഭിപ്രായം അദ്ദേഹം കൂടെ നിൽക്കുന്നവരെ, കാരണം അദ്ദേഹം ഒരു ഗ്രൂപ്പിലും ഉണ്ടായിരുന്നില്ല, ഒറ്റയാനായിട്ട് ഈ പാർട്ടിയിൽ വന്നതാണ്, ഇന്നും ഒറ്റയാനായിട്ട് തന്നെയാണ് അദ്ദേഹം CM ആയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ സപ്പോർട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത 2 അഭിപ്രായത്തിൽ ഒരഭിപ്രായം പറയാം. ഒന്ന്, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെ, കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നവരെ, അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ എക്സാമ്പിൾ എടുത്താൽ അറിയാൻ പറ്റും, കൂടെ നിൽക്കുന്നവരാണ്, കൂടപ്പിറപ്പാണെങ്കിൽ പോലും മുഖം നോക്കാതെ നടപടി എടുക്കുന്ന രീതി, അത് നല്ലതാണെന്ന് ഹീറോയിസം ആണെന്നും വാദിക്കാം. അല്ല, കൂടെ നിൽക്കുന്നവരെ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യണം, അവരെ നമുക്ക് എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന രീതിയിലും നമുക്ക് വാദിക്കാം. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ പക്ഷെ അദ്ദേഹം ചൂസ് ചെയ്തത് കൂടെ നിൽക്കുന്നവരെ ആണെങ്കിൽ പോലും മുഖം നോക്കാതെ നടപടി എടുക്കുക, എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവരെ ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുക. ജനങ്ങളും എന്താണ് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യം, അതൊരു വളരെ വലിയ ഫാക്ടറാണ്. കാരണം എനിക്ക് ബോധ്യമുള്ള കാര്യത്തിൽ ഞാൻ അതിനനുസരിച്ച് വേണം നിൽക്കാൻ. ഞാൻ ഇനിയൊരാളുടെ ബോധ്യത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും, എൻ്റെ ഐഡന്റിറ്റി അവിടെ മിസ് ചെയ്യും. അപ്പൊ എനിക്ക് വേണ്ടത് എന്താണ്, എൻ്റെ ഐഡന്റിറ്റിയാണ്. അദ്ദേഹം അത് തന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ബോധ്യമുള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്ത് തോന്നുന്നോ, അദ്ദേഹത്തിന് ശരിയെന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്ന് വരെയും അദ്ദേഹം മുന്നോട്ട് പോയിരിക്കുന്നത്. അടുത്ത 5 വർഷവും അദ്ദേഹം അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അടുത്ത 5 വർഷം കേരളം പുരോഗമനത്തിന്റെയും ഉന്നമനത്തിന്റെയും പാതിയിലായിരിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. അടുത്തൊരു അപ്ഡേറ്റ്, വിജയ് സാറിന്റെ, തമിഴ്നാട്ടിലെ തന്നെ വിജയ് സാറിന്റെ മന്ത്രിസഭയിൽ സിനിമാ മന്ത്രിയായിട്ട് രാജ്മോഹൻ, അദ്ദേഹം ആ പാർട്ടിയുടെ ഒരു ദളിത് മുഖമാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രാസംഗികനാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്. അദ്ദേഹത്തെ ആയിരുന്നു ഈ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി മിനിസ്റ്ററാണ്, സിനിമയുടെ കാര്യങ്ങളിൽ സിനിമാ മന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് വിശാൽ എന്ന് പറയുന്ന ആക്ടർ,
തമിഴ്നാടൻ വിശാൽ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിലൊന്നും എക്സ്പീരിയൻസ് ഇല്ല, അദ്ദേഹം ഇതിന് തീരെ യോഗ്യനല്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ജസ്റ്റ് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരു 6 മാസം 1 വർഷം സമയം കൊടുക്കണ്ടേ? കാരണം ഇതുവരെയുള്ള, നമുക്ക് കേരളത്തിനെ വിടാം, തമിഴ്നാടിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആയ മുഖ്യമന്ത്രിമാർ ഏതെങ്കിലും ഒരു തരത്തിൽ സിനിമ ഫീൽഡുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും. അവരെല്ലാവരും ചീഫ് മിനിസ്റ്റർ ആയതിനു ശേഷം ചെയ്തിരിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി നല്ലതിനേക്കാൾ ഉപരി അതിലുള്ള പലരെയും ടാർഗറ്റ് ചെയ്യുകയും അവരിൽ തന്നെ പൊളിറ്റിക്സിലേക്ക് വന്നവരെയോ വരാൻ താല്പര്യമുള്ളവരെയോ വരാൻ സാധ്യതയുള്ളവരെയോ പരമാവധി വേട്ടയാടാനാണ് അവരൊക്കെ ശ്രമിച്ചിരിക്കുന്നത്. എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്രത്തോളം ബുദ്ധിമുട്ടിക്കലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ തുടക്കത്തിൽ തന്നെ വളരെ നല്ല അഭിപ്രായത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിസഭയാണ് അദ്ദേഹത്തിന്റെ. വളരെ ഒരു ശരിക്കും പറഞ്ഞ ഒരു മൈക്രോസ്കോപ്പിക് ലുക്കിലാണ് എല്ലാ DMKയുടെ IT വിങ് ഒക്കെ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ട് മിസ്റ്റേക്സ്. കാരണം ഇതിലുള്ള ആരും തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് അല്ല. എല്ലാവരും ഈ പറയുന്ന പോലെ വിജയിയുടെ മാത്രം രസികർ മണ്ഡലം എന്ന് പറയുന്ന ഇതിലൂടെ വന്നവരോ അല്ലെങ്കിൽ ആ ഫീൽഡിൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് വന്നവരൊക്കെയാണ്. അപ്പൊ ഇതിൽ ആരും പ്രോപ്പർ പൊളിറ്റീഷ്യൻസ് അല്ല. അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഈ പറഞ്ഞ ഇഷ്യൂ ആവും, എന്ത് പെട്ടെന്ന് വൈറലാവും, എന്ത് നെഗറ്റീവ് ആവുന്നൊന്നും പെട്ടെന്ന് ഇപ്പൊ തന്നെ മനസ്സിലാവാനായില്ല. അത് കുറച്ചുകൂടി ഇതിൽ ടൈം കൊടുക്കണ്ടേ. പക്ഷെ ഇപ്പൊ തന്നെ അവരുടെ പല IT വിങ്ങുകളും വളരെ മൈക്രോസ്കോപ്പിക് ആയിരുന്നു കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ രാജ്മോഹനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ല ദീർഘവീക്ഷണമുള്ള, നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന നല്ല ഒരു ഐഡിയോളജി ഉള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹവും. അപ്പോൾ ഒരു ടൈം കൊടുത്തിരുന്നെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും എല്ലാ സപ്പോർട്ടും ചെയ്യുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം വിജയ് ഒരിക്കലും മറ്റുള്ള ഇതുവരെ കണ്ട ഒരു ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിമാരും ഒരു ചീഫ് മിനിസ്റ്റർമാരിനെ പോലെയല്ല വിജയിന്റെ മന്ത്രിസഭയും. അതിന്റെ വ്യത്യാസം ഉണ്ടാവുമായിരുന്നു. പക്ഷെ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ കല്ല് കടിക്കുക എന്ന് പറഞ്ഞ പോലെ ശരിക്കും വിശാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ സ്വന്തം മേഖലയ്ക്ക് തന്നെയാണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടോ നഷ്ടങ്ങളോ ഉണ്ടാവുക. പക്ഷെ ഇതൊന്നും മനസ്സിൽ വെക്കാതെ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും സിനിമയ്ക്ക് വേണ്ടതോ അദ്ദേഹം എടുത്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലോ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്ത് അതിന് എത്രയും ഡെവലപ്പ് കൊണ്ടുവരാൻ പറ്റുമോ അത് തീർച്ചയായും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അദ്ദേഹത്തിനും വാഴ്ത്തുക്കൾ. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.